ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ മാസം ഞാൻ അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലടാ. കാരണം ഭയങ്കര ബിസി ആയിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കോഴ്സിൻ്റെ എന്താ പറയുക ഫൈനൽ എക്സാമും കാര്യമൊക്കെ ആയിരുന്നു. നമുക്ക് ഒരുപാട് വർക്ക് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ കാരണം നല്ല ബിസി ആയിരുന്നു. പിന്നെ ഞാനൊരു സംഭവമുണ്ട്, ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ പേര് ആര്യ ദിനചന്ദ്രൻ. മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സമ്മർ സ്കിൻ കെയർ ആണ് കേട്ടോ. നല്ല ബിസി ആയിപ്പോയിട്ടാണ് എനിക്ക് കണ്ടിന്യൂസ് വീഡിയോ ഇടണമൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു. പക്ഷെ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വയ്യാണ്ടായി, പനിയായി. ഇപ്പോഴും എനിക്ക് അത്രയും കൂട്ടി ഞാൻ ഓക്കെ ആയിട്ടില്ല. എന്നാലും നമ്മൾ വന്നിട്ടുണ്ട്. കുറച്ചധികം ബിസി ആയിരുന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ഏത് ഫേസ് വാഷാണോ അത് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ലിപ് ബാം ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത് എനിക്ക് വെള്ളം കുടിയും കൂടെ കുറവായതുകൊണ്ട് ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ എനിക്ക് ലിപ് ബാം ഇല്ലാതെ ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാനിവിടെ പ്ലമ്മിൻ്റെ ക്യാൻഡിമൽസ് ലിപ് ബാം, വീഗൻ ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ പ്ലമ്മിന് തന്നെ ടോണർ യൂസ് ചെയ്തു കേട്ടോ. ഇത് ആക്ച്വലി ഒരു കാൽ ഭാഗമേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ മാറ്റി വെച്ചതാണ്. ഇത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് ആ ടോണർ ഇത്രയായത്. കാരണം ചൂട് സഹിക്കാൻ വയ്യ, അസഹനീയമായ ചൂടാണ് ഇവിടെ. എന്നിട്ട് ഞാനിതിങ്ങനെ ഇടയ്ക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അങ്ങ് സ്പ്രേ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് എന്നിട്ട് കഴുത്തിൽ മാല ഇട്ടിട്ടുണ്ടല്ലോ, അതിങ്ങനെ ഹീറ്റ് ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് കഴുത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ പേടിയായി. മാലയൊക്കെ നമ്മൾ ഊരി വെച്ചു. പിന്നെ ഇങ്ങനെ ടോണറൊക്കെ അടിച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടാണ് സ്കിന്നൊന്ന് കാമാക്കി എടുത്തത്. സ്കിന്നൊക്കെ ആകെ എന്താ പറയുക, വെയിൽ കൊണ്ടിട്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല, സ്കിൻ ആകെ വീക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ടാൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യാം. സ്കിൻ കെയർ ഒക്കെ എൻ്റെ പടയും കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ടോണർ ഇട്ട് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് 1 മിനിറ്റോളം ടൈം ഞാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു 30 സെക്കൻഡ്സിൽ കൂടുതൽ നമ്മൾ ടോണർ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ടൈം കൊടുത്തതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്ര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. ഭയങ്കര അടിപൊളിയാണ്. ഓയിലി സ്കിന്നുകാർക്ക് ഇത് മസ്റ്റ് ബൈ എന്ന് പറയാം കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസേഴ്സിൽ ഒന്നും കൂടെ ആണ് പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. പിന്നെ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, അത്ര അടിപൊളിയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഹൈലറോണിക് ആസിഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈസിലി അബ്സോർബ് ആവും. ലൈറ്റ് വെയിറ്റ് ആണ്. ഒട്ടും തന്നെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യൂല. സ്കിന്നിന് നന്നായിട്ട് പ്ലംബി ആയിട്ട് നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു മോയ്സ്ചറൈസർ. എത്ര പറഞ്ഞാലും മതിയാവില്ലോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ ഇനിയും മേടിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ഒരു മോയ്സ്ചറൈസർ. ഈ സമ്മർ ടൈമിൽ നമ്മുടെ സ്കിന്നിന് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സാണ് കുറച്ചും കൂടെ സ്യൂട്ട് ആവുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പേഴ്സണലി. ഞാനിപ്പോൾ വെളിയിൽ ഇറങ്ങിയിരുന്നിട്ട് വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. കിളികളുടെ ശബ്ദം ഇതൊക്കെ സന്ധ്യാസമയമാണ് കേട്ടോ ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ സ്കിന്നിൽ എന്ത് തന്നെ ചെയ്താലും ഫേഷ്യൽ സ്കിന്നിൽ ഈ കാക്ക സമ്മതിക്കത്തില്ല. കുറേ നേരമായല്ലോ. നമ്മൾ ഫേഷ്യൽ സ്കിന്നിൽ എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്കിലും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. മോയ്സ്ചറൈസർ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസ് മാത്രം ഹൈഡ്രേറ്റഡ് ആയാൽ പോരല്ലോ, നമ്മുടെ നെക്കും കൂടെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആവണം. എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിൻ കെയർ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും, സ്കിന്ന് ഭയങ്കരമായിട്ട് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ, എസ്പെഷ്യലി ഓയിലി സ്കിൻ ആയതുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ സൺസ്ക്രീൻ എടുക്കുന്നുണ്ട്. ഇത് ഇൻവിസിബിൾ സൺസ്ക്രീനാണ് ഡെർമാക്കോയുടെ. ഇതെടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കുക. വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് സൺസ്ക്രീൻ ഉണ്ട്. കാരണം ചൂടുണ്ട്. എൻ്റെ സെൻസിറ്റീവ് സ്കിൻ കൂടെ ആയതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും സൺസ്ക്രീൻ ഇടാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ഇടാറുണ്ടായിരുന്നില്ല. അതിൻ്റെ എൻ്റെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട്. നമ്മളിപ്പം ക്ലാസ്സിനാണെങ്കിലും പോയിട്ട് വരുന്ന നല്ല വെയിലത്താണ്. അപ്പോൾ ടാൻ ആയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇനി കുറച്ച് നാൾ നിന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കണം. നന്നായിട്ട് തന്നെ നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് ഇട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇത്രയും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പം ഞാൻ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. എത്രത്തോളം സിമ്പിളായിട്ട് സ്കിൻ കെയറിന് കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് പണി തരാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഈ ചൂട് കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യം പറയാൻ വേണ്ട. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫേസ് വാഷ് ചെയ്തു, പിന്നെ ടോണർ, ലിപ് ബാം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.